ഹായ്, നമ്മൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ സർജറിക്ക് പോകുന്നതിൻ്റെ അന്നേരം രാവിലെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ മട്ടന്നൂർ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. നല്ല രസമാണ് കാണാൻ. അതിൻ്റെ മുന്നിലുള്ള ആൽമരമാണിത്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞാനിവിടെ വരാറുണ്ട്. എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, മോളെ ഞാൻ മ്യൂസിക് ക്ലാസ്സിനാക്കാൻ വരുമ്പോഴത്തേക്കും എപ്പോഴും എനിക്ക് ഇവിടെ കയറാൻ പറ്റാറുണ്ട്. ഈ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് മോളുടെ മ്യൂസിക് ക്ലാസ്. അപ്പോൾ അവൾ അവിടെ ആക്കിയിട്ട് ഞാൻ ചേട്ടനും കൂടെ അമ്പലത്തിലേക്ക് കയറി. അപ്പോൾ കയറുന്നതിന് മുന്നേ ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു നന്ദിയുണ്ട്. അപ്പോൾ അവിടെ എല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് ഞാൻ സാധാരണയായിട്ട് കയറാറുള്ളത്. ഞായറാഴ്ച അത്യാവശ്യം തിരക്ക് തന്നെ ഇവിടെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. കുറച്ച് വയസ്സായവരാണ്, ടീച്ചേഴ്സൊക്കെയാണ്, റിട്ടയർഡായിട്ടുള്ള ടീച്ചേഴ്സ്. അവരൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അമ്പലത്തിൽ തൊഴുതിറങ്ങുമ്പോഴത്തേക്കും ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചയും അവർ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരിക്കും. തൊഴുതിറങ്ങിയിട്ട് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന മനസ്സമാധാനം അത് വേറൊന്ന് തന്നെയാണല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് മഹാദേവൻ ഒരു നെയ്വിളക്കും അയ്യപ്പനൊരു എള്ളുതിരിയും ഞാൻ കത്തിക്കാറുണ്ട് സ്ഥിരമായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. അകത്തമ്പലത്തിൽ വിളക്കെല്ലാം വെച്ച ശേഷം പിന്നെ ചുറ്റിനും കല്ല് പാകിയ വഴിയിലൂടെ നടന്നിട്ട് അവിടെ എല്ലാം തൊഴുവേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി. ഇത് അയ്യപ്പൻ്റെ നടയാണ്, അവിടെയും തൊഴുതു. ഇവിടെ അയ്യപ്പൻ മാത്രമല്ല, മഹാവിഷ്ണുവും പിന്നെ നാഗരാജാക്കന്മാരും പിന്നെ ഭൂതത്താനും ഒക്കെ ഉണ്ട്. ഗണപതി മാത്രമില്ല, ഗണപതിക്ക് സങ്കല്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ചേട്ടന് കാല് വയ്യാത്തതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് ഉള്ള സ്ഥലങ്ങൾ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഞങ്ങളങ്ങനെ തൊഴുതിറങ്ങിയപ്പോൾ മോളെ വിളിക്കാനുള്ള സമയമായി. അപ്പോൾ അവളെയും അമ്പലത്തിലൊന്ന് തൊഴുതിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ അവളെയും കൂട്ടി. അവസാനമായിട്ട് എല്ലായിടത്തും ഒന്ന് തൊഴുത ശേഷം ഞാൻ പ്രസാദവും വാങ്ങിയിട്ട് തിരികെ അമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ചാരു ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്ദിയോട് രഹസ്യം പറയാതെ ഒരു ദിവസം പോകാറില്ല. അത് ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്താണ്. നന്ദിയുടെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞാലും അത് നേരിട്ട് മഹാദേവൻ്റെ അടുത്ത് എത്തുമെന്നാണ് സങ്കല്പം. അതുകൊണ്ട് മോളുടെ ആഗ്രഹം എല്ലാം പറഞ്ഞു കൊടുത്തിട്ടേ പോകാവൂ എന്ന് പറയും. അപ്പോൾ അവളെന്നും ഇത് പറഞ്ഞിട്ടാണ് വരാറുള്ളത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ടെല്ലാം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ഉടനെ തന്നെ ഒരു ബാഗും തൂക്കി എവിടേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കരുത്. ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനായിട്ട് പോകുന്ന പോക്കാണ്. ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പോകാൻ നേരം ലേക്കയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചേട്ടൻ്റെ ചങ്കായിട്ടുള്ള രേഷേട്ടനാണ്. പെട്ടെന്നുള്ള തീരുമാനമായത് കൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ആർക്കും എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് രേഷേട്ടനാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവർ പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ദിവസം കാണുന്നവരെ ബായ്.